ഇപ്പോഴും എല്ലാ യൂട്യൂബേഴ്സും വലിയ രീതിയിലുള്ള ചർച്ചകളാണ് ബിഗ് ബോസ് ഇല്ലേ എന്നുള്ളത്, ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇല്ലേ എന്നുള്ളത്. ബിഗ് ബോസ് തമിഴിൻ്റെ ഗ്രാൻഡ് ഫിനാലെ ഇന്നലെ ആയിരുന്നു. അതിനകത്ത് മുത്തുകുമാരൻ എന്ന് പറഞ്ഞ ഒരു കണ്ടസ്റ്റൻ്റാണ് വിജയിച്ചത്. ഗ്രാൻഡ് ഫിനാലെ കപ്പ് പൊക്കിയത്. സോ എനിക്ക് ഇടയ്ക്ക് വെച്ച് ഇന്നലെ മാത്രമേ ഉള്ളൂ ഇന്ന് അപ്ഡേറ്റ് വന്നല്ല. ഞാൻ ചുമ്മാ ഇങ്ങനെ ടി വി നോക്കിക്കൊണ്ടിരുമ്പോൾ തമിഴിൻ്റെ ഗ്രാൻഡ് ഫിനാലെ കണ്ടു, അങ്ങനെയാണ് പറഞ്ഞത്. സോ അപ്പം മലയാളം ബിഗ് ബോസിൻ്റെ ഒരു അപ്ഡേറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒന്നല്ല, നമുക്ക് ഇപ്പോഴും കുറേ യൂട്യൂബേഴ്സിൻ്റെ ഒരു കാര്യമാണ് ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇല്ലേ, ഇതെല്ലാ പ്രേക്ഷകരുടെ ഒരു കാര്യമാണ്. സാഡ് ന്യൂസ് എന്ന് പറയാനും നമുക്ക് സാഡ് ന്യൂസൊക്കെ തന്നെയാണ്. ബട്ട് ഇങ്ങനെ നമ്മൾ വിചാരിച്ചിട്ടില്ല, ഇങ്ങനെ തന്നെ ബിഗ് ബോസ് മലയാളം സീസൺ 7 വരുമെന്ന്. പക്ഷെ എന്താണ് അപ്ഡേറ്റ് പറയാം. അപ്പോൾ എല്ലാവർക്കും അൻസിഫ് നോൺ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അൻസിഫാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം മസ്റ്റായിട്ട് താഴെ കമൻറ്റ്. ഇതുപോലുള്ള അപ്ഡേറ്റ്സിനും റിവ്യൂസിനെ പറ്റി നമ്മുടെ പേജ് ഒന്ന് ഫോളോയും ചെയ്ത് സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ കിട്ടിയത് വെച്ച് നല്ലൊരു അപ്ഡേറ്റ് അല്ല ഇത്. നേരത്തെ ഞാൻ ഒരു വീഡിയോ ഇട്ടു, ബിഗ് ബോസ് മലയാളം സീസൺ 7 വളരെയധികം ലാഗാവും എന്ന് വെച്ചാൽ നല്ല രീതിക്ക് തോനെ ഇതെടുക്കും, 2-3 മാസമൊക്കെ എടുക്കാൻ തുടങ്ങാം. പക്ഷേ ഇന്നത്തെ അപ്ഡേറ്റ് നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവും കാര്യങ്ങൾ. ഇപ്പോഴായിടുന്ന അപ്ഡേറ്റിൽ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം തുടർച്ചയായി മനസ്സിലാകും. അപ്പം എന്താ കാര്യങ്ങളെന്ന് ചോദിച്ചാൽ, ഷാരേട്ടൻ്റെ ഡേറ്റിൻ്റെ ഇഷ്യൂ ഞാൻ നേരത്തെ മറ്റൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു. ഇതെന്താണ് ഇതിൻ്റെ വിഷയം എന്ന് ചോദിച്ചാൽ, സ്റ്റാർ സ്റ്റിങ്ങർ സീസൺ 10 തുടങ്ങുന്നു. അപ്പം അതിൻ്റെയും കൂടെ ഒരു ഏഷ്യാനെറ്റിൻ്റെ ഒരു റിയാലിറ്റി ഷോയെ മാത്രമേ നടക്കാൻ സാധിക്കത്തുള്ളൂ. കഴിഞ്ഞ വട്ടം വെച്ചാൽ ബിഗ് ബോസ് തുടങ്ങുമ്പോൾ സ്റ്റാർ സ്റ്റിങ്ങർ കുറേ ഒരു ലോഞ്ചോ ഒരു ബ്രേക്ക് എന്ന് പറഞ്ഞാൽ സമ്മർ വെക്കേഷൻ എന്നും പറഞ്ഞ് സമ്മർ ബ്രേക്ക് എന്നൊക്കെ എന്തെങ്ങാണ്ട് പറഞ്ഞ് അങ്ങനെ ബ്രേക്ക് എടുത്തു. അതേ രീതിയിലുള്ള ഇപ്പോഴത്തെ ഇതെന്ന് വെച്ചാൽ സ്റ്റാർ സിംഗർ നടത്തുന്നു. ബിഗ് ബോസ് ഈ വർഷം ഇല്ല എന്നാണ് കിട്ടുന്നത്. എന്തായാലും അത് കാണും, ബിഗ് ബോസ് എന്തായാലും ഈ വർഷം കാണാതിരിക്കത്തില്ല. ബിഗ് ബോസ് ഈ വർഷം കാണും. പക്ഷേ ഇതിലും മേൽ ഒരു സാഡ് ന്യൂസും കൂടെ ഉണ്ട്. ആ സാഡ് ന്യൂസ് എന്താണെന്ന് വെച്ചാൽ, ബിഗ് ബോസ് മലയാളം സീസൺ 7 ഓഡീഷൻ ഇതുവരെയായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ജാനുവരി 1 സ്റ്റാർട്ട് ചെയ്യുന്നു. ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞു, അത് പോപ്പുലറായിട്ട് നടന്നൊരു കാര്യമാണ്. പക്ഷേ ഇപ്പം അറിയാൻ കഴിയുന്ന കാര്യം, ഓഡീഷൻ ഒന്നും സ്റ്റാർട്ട് ചെയ്തില്ല. നവംബറിലും ഡിസംബറിലുമായിട്ട് തുടങ്ങിയായിരുന്നു. നവംബറിൽ തുടങ്ങി നിർത്തിവെച്ചു, ഡിസംബറിൽ തുടങ്ങി നിർത്തിവെച്ചു, ഇപ്പോൾ ജാനുവരിയിൽ നിർത്തിവെച്ചു. ഇങ്ങനെയൊക്കെ പോയാൽ ബിഗ് ബോസ് ഈ വർഷം കാണത്തില്ല എന്ന് ഉറപ്പാണ്. അതുപോലെ സ്റ്റാർ സ്റ്റിങ്ങർ ഒരു വർഷമാണ് സ്റ്റാർ സ്റ്റിങ്ങർ കാണുന്നത്. ഒരു വർഷം എന്തായാലും സ്റ്റാർ സ്റ്റിങ്ങർ കാണാം. അതുകൊണ്ട് തന്നെ അതും കൂടെ ഒരു കുഴപ്പമായിരിക്കുകയാണ്. അപ്പം നമുക്ക് ഒരു പ്രതീക്ഷയും ബിഗ് ബോസ് മലയാളം സീസൺ 7 വെക്കണ്ട. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു 300 പേരെ ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. 300 പേരെ അതൊക്കെ വിളിച്ചാൽ മതി. നമുക്ക് അത്തരമുള്ള ആ ആൾക്കാരൊക്കെ വിളിക്കുമെന്ന് തന്നെ ഇപ്പം ഡൗട്ടുകളാണ്. ഇപ്പം കാരണം ഓഡിഷൻ ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ ഒരു കാര്യമാണ്. ഇപ്പം ജാനുവരി ഓഡീഷൻ തുടങ്ങിയായിരുന്നെങ്കിൽ എന്തായാലും ഉറപ്പായിട്ടും ഏപ്രിലിലെ ബിഗ് ബോസ് കണ്ടേനെ. ഇനി അടുത്ത ഫെബ്രുവരിയിലാണെങ്കിൽ മെയ്യിൽ ബിഗ് ബോസ് കാണും. 2 മാസം വേണ്ടി വരും. പക്ഷേ ഇങ്ങനൊരു നിലയിൽ പോവുകയാണെങ്കിൽ ഒരിക്കലും ബിഗ് ബോസ് ഈ വർഷം നല്ല രീതിക്ക് ലാഗാവും, നല്ല രീതിക്ക് ലോങ് ആവും. തോനെ മാസങ്ങൾ തീർന്നിട്ടേ ബിഗ് ബോസ് തുടങ്ങുന്നുണ്ട്. കാരണം ലാലേട്ടൻ്റെ ഇതിൻ്റെ വിഷയമുണ്ട്, സിനിമേൻ്റെ ഡേറ്റിൻ്റെ വിഷയമുണ്ട്, അതും പറഞ്ഞു. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, കഴിഞ്ഞ വട്ടം ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലായിരുന്നു ബിഗ് ബോസ് വോട്ട് ചെയ്യാനും ബിഗ് ബോസിൻ്റെ ലൈവുകൾ കാണാനും സാധിച്ചത്. ഫോണിലായാണ് പറയുന്നത്. പക്ഷേ ഇപ്പം അതിൻ്റെ കുറച്ച് മാറ്റങ്ങൾ വരും. ചിലപ്പം ഇപ്പം ജിയോ സിനിമയല്ലേ, ഇപ്പം ജിയോയ്ക്ക് അല്ലേ ഒരുപാട് റീച്ചായിട്ട് എല്ലാ ചാനലിലും ജിയോ അല്ലേ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ബിഗ് ബോസ് ചിലപ്പം ജിയോ സിനിമയിലായിരിക്കും ഇനി മുതൽ കാണാൻ സാധ്യതയുള്ള. ചിലപ്പം അതിൻ്റെ OTTയുടെ
ആ ഒരു പ്രശ്നവും കൂടിയുണ്ട്. അപ്പം ഇത് എല്ലാം ഒരു പ്രശ്നമാണ്, ഒരുപാടധികം പ്രശ്നമുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ബിഗ് ബോസ് പ്രതീക്ഷിക്കേണ്ട എന്തായാലും ഈ മാസം, അടുത്ത മാസം മാർച്ചിലും നമുക്ക് ഏപ്രിലിൽ തുടങ്ങാമെന്ന് അപ്പം ഞാൻ പറയാം പ്രതീക്ഷിക്കാമെന്ന്. പക്ഷേ ജനുവരി, ഫെബ്രുവരി, മാർച്ചിലും ബിഗ് ബോസ് പ്രതീക്ഷിക്കേണ്ട. അപ്പം ഇന്നത്തെ അപ്ഡേറ്റ് ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ അൻസിഫ് നോൺ മീഡിയ ആൻഡ് ടേക്ക് അപ്പ്.